ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനി വ്ളോഗായിട്ടാണ്, ഒരു പാർട്ടി വ്ളോഗായിട്ടാണ്. പാർട്ടി എന്ന് പറയാൻ വേറെ ഒന്നുമല്ല, എൻ്റെ ബ്രദറിൻ്റെ വുഡ്ബിയുടെ വീട്ടിൽ നിന്ന് അവരുടെ ഫാമിലിയിൽ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഉണ്ടാക്കിയ കുറച്ച് ഫുഡുകളുടെ വീഡിയോസും അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ്. ഉണ്ടാക്കിയ എല്ലാത്തിൻ്റെ റെസിപ്പീസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഒരു അലീസ് ഉണ്ടാക്കുന്ന റെസിപ്പി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ നിന്നാൽ നമ്മളുടെ പണിയെല്ലാം നേരെ വൈകി പോകും. അപ്പോൾ ഉമ്മ ഞാൻ മുന്നേ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്ന ചിക്കൻ പാൽക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചിക്കനും വെജീസും ഒക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അലീസ് ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. ഓരോ നാട്ടിൽ ഓരോ പേര് പറയാം. അൽസ എന്ന് പറയുന്നവരുണ്ട്, അലീസ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഒരു 1/2 kg അലീസ ഗോതമ്പ്, അലീസ ഗോതമ്പ് തന്നെ പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും, വൈറ്റ് കളറിലായിട്ടുള്ള. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 4-5 കഷ്ണം നമ്മളെ പട്ടയില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക. നല്ലോണം ചെറുതാക്കി അരിയൊന്നും വേണ്ട, കാരണം നമ്മളിത് നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു 250 ഗ്രാമോളം ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചിക്കനിലും ബീഫിലും മട്ടനിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കും. നമ്മളിവിടെ ചിക്കൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഒരു 250 ഗ്രാമോളം ചിക്കൻ ആഡ് ചെയ്തു. അതിനുശേഷം ഇത് വേവിക്കാൻ ആവശ്യത്തിലുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചിട്ട് സ്റ്റൗവിൽ വെക്കുക. ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. കാരണം ഇത് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് അത്രയും വിസിൽ, ഞങ്ങളിവിടെ ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കനും ഉള്ളിയും അതുപോലെ തന്നെ ഗോതമ്പൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചിക്കൻ വലിയ പീസാക്കി ഇട്ടതുകൊണ്ട് അതൊന്ന് നല്ലോണം ഉടച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ ഗോതമ്പും ചിക്കനൊക്കെ നല്ലോണം വീണ്ടും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനും ഉമ്മയൊക്കെ ചെയ്തതിനേക്കാളും വൃത്തിയാവുക അത് ഉപ്പ വന്നാലേ ഉടക്കുന്ന പരിപാടി പെട്ടെന്നാവുന്നില്ല. അതുകൊണ്ട് ഉപ്പാനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു തേങ്ങയുടെ മുഴുവൻ തേങ്ങാപ്പാലെടുത്തിട്ട് നല്ല കട്ടിപ്പാലെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാലും ഗോതമ്പും ഇതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ അലീസ് റെഡി ആയിട്ടുണ്ട്. നെയ്യ് നിങ്ങൾ എത്രയാണോ ഗോതമ്പ് ഇതൊക്കെ എടുത്തിട്ടുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര, അതിനനുസരിച്ച് അത്യാവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് സെർവ് ചെയ്യാൻ സമയം ഇതിന് ലാസ്റ്റ് ഒരു പ്രോസസ്സും കൂടി. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി വറുത്തെടുക്കൂലേ, അതുപോലെ നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സെർവ് ചെയ്യാൻ സമയത്ത് അത് ചെയ്യാമെന്ന് വെച്ചിട്ട് ആ സമയത്ത് മറന്നുപോയി. അവർ വരുന്നത് ഒരു ഈവനിങ്ങിനായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മളെ ചിക്കൻ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അലീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ നല്ല നൈസ് പത്തിരി ഉണ്ട്, ചിക്കൻ വറുത്തരച്ച കറിയുണ്ട്, അതുപോലെ പാൽക്കപ്പ ഉണ്ട്. പിന്നെ നല്ല പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുന്നേ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ കത്തായിഫിൻ്റെ. പിന്നെ ചപ്പാത്തിയുടെ പാക്കറ്റ് നമ്മൾ ഹാഫ് കുക്കഡ് വരില്ലേ, അത് വാങ്ങിയിട്ട് അതും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞ് പാർട്ടി വ്ളോഗായിട്ട്, ഒരു മിനി വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും നല്ല കുക്കിംഗ് വീഡിയോസും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.